ഹായ് ഹലോ. അപ്പോൾ അതേ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ. ഇന്നലെ എത്തിയതാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും ഞാൻ എൻ്റെ വീട് കാണിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ കുറച്ച് നേരമൊക്കെ ഭയങ്കര ചൂടുമാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കായിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ വന്നപ്പോൾ ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. 2 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചു. പിന്നെ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാറ്റ് കൊണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാ പരിസരങ്ങളൊക്കെ ഒരു വർഷമായില്ലേ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെടിയൊക്കെ നല്ലപോലെ വളർന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കാണാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നേരം കൂടി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഒരു ചെറിയ വീടാട്ടോ. എൻ്റെ ചെറിയ കൊട്ടാരാണ്. അപ്പോൾ ഇതാണ് വഴി. ഞാനിങ്ങനെ കയറി പോവാട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെന്നു. വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അമ്മ എവിടെ ഉണ്ട് കേട്ടോ. അമ്മ അപ്പുറം ഉള്ളേ. അപ്പോൾ ഞാൻ വന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ വീഡിയോ ഒക്കെ പിടിക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനൊരു ഹോബി ഉണ്ട്. കണ്ടോ, സോപ്പിൻ്റെ കൂടൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കണ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് ചെറിയൊരു എറിയാട്ടോ ഇവിടെ കണ്ടോ. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പണ്ടത്തെ ഒരു എറിയാണ്. പിന്നെ ഞങ്ങളെ ഒരു കിടപ്പുമുറിയാണ് ചെറിയ രീതിയിൽ കണ്ടോ. അപ്പോൾ ഒരു ചെറിയ കിടപ്പുമുറി. ഭയങ്കര ചൂടാട്ടോ. ഇത് ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ചെറിയ രീതിയിൽ 2-3 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു കിടപ്പുമുറിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ ഇതിനകത്താട്ടോ ഞങ്ങൾ കിടക്കണേ. അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ രാത്രിയെല്ലാം ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഒരു മുറിയുണ്ട് കേട്ടോ. അത് പണ്ടത്തെ മുറിയാണ്. ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ വീടിൻ്റെ അവസ്ഥ കണ്ടോ. അത് തേച്ചിട്ടൊന്നുമില്ല, പഴയ വീടാണ്. അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ചത് ഇങ്ങനെ പഴയ പഴഞ്ചൻ വീടാണ്. സാധനങ്ങളെല്ലാം അമ്മ ഇങ്ങനെ പഴയതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ അടുക്കള. അപ്പോൾ ഈ അടുക്കളയിലാണ് ഞങ്ങൾ പണ്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് അമ്മ പാകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ഷീറ്റാണ് ഇട്ടേക്കണം. അപ്പോൾ അത് തേച്ച് വൃത്തിയാക്കാനൊക്കെ അതിനുള്ള ഇത് അമ്മ ചെയ്തില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ അതിലേക്ക് പൈസ മുടക്കണേന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തില്ല കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ അടുക്കളയായാലും തേച്ചിട്ടൊന്നുമില്ല, പഴയ രീതിയിൽ തന്നെയുള്ള അടുക്കളയാണ്. ശരിക്കും എന്താ പറയുക, പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, അടുക്കളയിൽ ഒത്തിരി സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള. എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. ഇപ്പോൾ ഒന്നും അങ്ങനെ എവിടെയും കാണാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പണ്ട് വേറെ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ അകത്ത് കയറി ഇരിക്കാനൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ ജനിച്ച് വളർന്ന വീട് പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഇറയുണ്ട്. അവിടെ ഒരു ചെറിയ മേശ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കാം കേട്ടോ. ഞങ്ങളങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഇങ്ങനെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ കുറേ ഇരിക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അമ്മിക്കല്ലിൻ്റെ തറ. ഇപ്പോൾ അമ്മിക്കല്ലൊന്നും എവിടെയും കാണാനില്ലല്ലോ, പക്ഷേ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പുറത്തേക്ക് ഇറങ്ങണേ. കുറച്ച് വിറകൊക്കെ അമ്മ പറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടുപ്പും കാര്യങ്ങളെല്ലാം ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അതെന്നു വെച്ചാൽ കട്ടിൽ നമ്മളെ അകത്ത് കയറില്ല. അപ്പോൾ ആ കട്ടിൽ ഇങ്ങനെ കളയണ്ടല്ലോ വെച്ചിട്ട് പുറത്താടെ ഷീറ്റിട്ട് എൻ്റെ താഴെ തന്നെ ഇട്ടു, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ. അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗം. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, അമ്മ ഇവിടെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. പച്ചപ്പുണ്ട് കേട്ടോ, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാഴ, അതുപോലെ ചീര, അങ്ങനെ കുറേ കാര്യം. പിന്നെ ഞങ്ങളുടെ ഊഞ്ഞാലൊക്കെ കണ്ടോ, അതാണ് ഇവിടുത്തെ ഊഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ തുണിയൊക്കെ അലക്കിയിടാനുള്ള സൗകര്യം ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ വീട് തീരെ മോശമാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ചേച്ചിമാരെ മക്കളൊക്കെ വരുമ്പോൾ അവർ ആടും കണ്ടോ. എൻ്റെ പാറുണ്ട് അവിടെ നിൽക്കുന്നു. പിന്നെ എൻ്റെ മോളുണ്ട് ഊഞ്ഞാലാടുന്നു. അപ്പോൾ അവർക്കിങ്ങനെ നല്ല സുഖമാട്ടോ ഇങ്ങനെ ഇരുന്ന് ആടാനായിട്ട്. പിന്നെ എൻ്റെ മോളെ സൈക്കിൾ ഞങ്ങളിങ്ങ് എടുത്തു. അപ്പോൾ അത് സൈക്കിൾ ഇവിടെ നിന്ന് ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സൈക്കിൾ ഇങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ സൈക്കിൾ നല്ല പുതിയ സൈക്കിളായിരുന്നു കേട്ടോ, പെരുന്നാളായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആ സൈക്കിൾ ഇങ്ങ് എടുത്തു. പിന്നെ ഇവിടെ ആയിട്ട് അലക്കണത്. ഈ ബാത്റൂമൊക്കെ കണ്ടോ, പഴയ ബാത്റൂമാണ്. അപ്പോൾ ഇവിടെ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെയിലും ഉണ്ട്, ചെടികളും ഉണ്ട്.
അപ്പോൾ അങ്ങനെ അമ്മ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വീട്ടിലേക്കൊന്നും പൈസ മുടക്കാനൊന്നും പൈസ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ പണിക്കൊക്കെ പോയി ഞങ്ങളെ 3 മക്കളെയും കെട്ടിച്ചൊക്കെ വിട്ടതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ തട്ടിമുട്ടി ഞാൻ കഴിഞ്ഞു കൂടണം. അപ്പോൾ ഞങ്ങളുടെ വീട് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.